ഹായ് ഫ്രണ്ട്സ്, നമുക്ക് പെട്ടെന്നൊരു പോർക്ക് കൂർക്കയുടെ റെസിപ്പി നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു കൂർക്കയും പോർക്കും റെസിപ്പിയാണ്. അതിനുവേണ്ടി ആദ്യം പാൻ അടുപ്പത്ത് വെച്ചു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, ഇത് 2 സവാള അരിഞ്ഞത്, ഒരു പിടി കറിവേപ്പില. എണ്ണ ചൂടാകുമ്പോൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെയും മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള അതും ആഡ് ചെയ്ത് കൊടുത്ത് അതും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മസാലക്കൂട്ടുകൾ ചേർക്കാൻ പോകണം. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. നല്ല എരിവുള്ള മുളക് പൊടിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലിയും ചേർക്കാവുന്നതാണ്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് മസാല പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ പോർക്ക് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് കഴുകി വെച്ചിരിക്കുന്ന പോർക്കാണ്. ഒരു 600 ഗ്രാം പോർക്കുണ്ട്. അത് ഈ മസാലക്കൂട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് 2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കുക്കറിലല്ല വേവിക്കുന്നത്, ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് വേവിക്കുന്നത്. അതുകൊണ്ട് 2 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് വേവ് ഉള്ള പോർക്കാണ്. 600 ഗ്രാം പോർക്കിന് നമ്മൾ എടുക്കുന്നത് 400 ഗ്രാം കൂർക്കയാണ്. ആ കൂർക്കയും കൂടെ ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പോർക്ക് പകുതി വേവാകുമ്പോഴാണ് കൂർക്ക ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ചേർത്ത് യോജിപ്പിക്കുക. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നമ്മുടെ പോർക്കും കൂർക്കയും ഇവിടെ റെഡി ആയിരിക്കുന്നു. നിങ്ങൾക്ക് ഇനിയും ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഞങ്ങൾക്ക് ഈ ഒരു പരുവമാണ് ഇഷ്ടം. സോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമെങ്കിൽ പറയണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.